നിങ്ങളുടെ വീട്ടിലോ ജിമ്മിലോ ഉള്ള ട്രെഡ്മിൽ പെട്ടെന്ന് നിൽക്കുകയാണോ? അല്ലെങ്കിൽ ഡിസ്പ്ലേ ഓൺ ആവുന്നില്ലേ? സ്റ്റാർട്ട് അമർത്തിയിട്ടും ബെൽറ്റ് കറങ്ങുന്നില്ലേ? സ്പീഡ് കൂടുന്നില്ലേ? അല്ലെങ്കിൽ എറർ കോഡ് കാണിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം ഇന്ന് ഞാൻ ഈ ട്രെഡ്മിൽ ഒരു ഉപഭോക്താവിൻ്റെ കാഴ്ചപ്പാടിൽ കാണുന്നില്ല, ഒരു ടെക്നീഷ്യൻ്റെ കാഴ്ചപ്പാടിൽ നിന്നാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ മെഷീൻ എങ്ങനെ ശരിയായി ഉപയോഗിക്കാം, സുരക്ഷിതമായി പ്രവർത്തിപ്പിക്കാം, അതിൽ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്, ഓരോ ഭാഗവും എന്ത് ജോലി ചെയ്യുന്നു, തകരാർ വന്നാൽ എങ്ങനെ കണ്ടെത്താം, എങ്ങനെ റിപ്പയർ ചെയ്യാം എന്നതെല്ലാം വളരെ ലളിതമായി പഠിപ്പിക്കാം. ഡിസ്പ്ലേ പാനൽ മുതൽ കൺട്രോൾ ബോർഡ് വരെ, DC മോട്ടോർ മുതൽ സ്പീഡ് സെൻസർ വരെ, ഡ്രൈവ് ബെൽറ്റ് മുതൽ ഇൻക്ലൈൻ സിസ്റ്റം വരെ ഓരോ ഭാഗവും നമുക്ക് വിശദമായി പരിചയപ്പെടാം. ട്രെഡ്മിൽ റിപ്പയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും സ്വന്തം ട്രെഡ്മില്ലിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സീരീസ് വളരെ ഉപകാരപ്പെടും. അതിനാൽ ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ട്രെഡ്മിൽ റിപ്പയറിംഗ് പഠിക്കണമെങ്കിൽ ആദ്യം ഇത് മനസ്സിലാക്കണം. നമ്മൾ ദിവസവും കാണുന്ന ത്രെഡ്മിൽ വെറും ഒരു മോട്ടോറും ബെൽറ്റും മാത്രമല്ല. ഇതിൻ്റെ ഉള്ളിൽ നിരവധി സെൻസറുകളും കൺട്രോൾ സർക്യൂട്ടുകളും സുരക്ഷാ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് ഒരു ത്രെഡ്മിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വളരെ ലളിതമാക്കി മനസ്സിലാക്കാം. ഡിസ്പ്ലേ പാനൽ, ഇതാണ് ത്രെഡ്മിലിൻ്റെ ഡിസ്പ്ലേ അല്ലെങ്കിൽ കൺസോൾ പാനൽ എന്ന് പറയുന്നത്. ഇവിടെ വെച്ചിട്ടാണ് എല്ലാ നിർദ്ദേശങ്ങളും നമുക്ക് മെഷീന് വേണ്ടതെല്ലാം നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇതാണ്. ശരിക്കും നോക്കും, സ്റ്റാർട്ട് പവർ കോഡ് കൊടുത്തതിന് ശേഷം ആദ്യം നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആവും. പിന്നീട് സ്പീഡ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. എത്ര കിലോമീറ്റർ സ്പീഡിൽ, തുടക്കക്കാരൊക്കെ മിക്കവാറും 1 അല്ലെങ്കിൽ 2, 3. അപ്പോൾ ഹാൻഡിലിൽ വെച്ച് +or- അങ്ങനെ ബട്ടൺ ഉപയോഗിക്കുക. അല്ലെങ്കിൽ റെഡി ഫിക്സഡ് ഇവിടെ തന്നെ ഡിസ്പ്ലേയിൽ കാണും. അപ്പോൾ ഈ ബട്ടൺ ഒന്ന് അമർത്തി കൊടുത്താൽ 4 km/h സ്പീഡിലേക്ക് പോകും. 6 ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ 6 പോകും. പിന്നെ ഈ അപ്പ് ആരോ ഡൗൺ ആരോ 2 വശത്തുള്ളതാണ്, അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഉപയോഗിക്കാൻ കഴിയും നമുക്ക്. ഇനി പ്രീ പ്രോഗ്രാംഡ് ആയിട്ട് ഇതിനകത്ത് കുറേ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലർക്കൊക്കെ കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ആദ്യം തന്നെ വളരെ സ്ലോ ആയിട്ട് ഒരു 2ലോ 3ലോ പതുക്കെ ഓടിത്തുടങ്ങണം. പിന്നീട് സ്പീഡ് കൂട്ടണം, ഒരു 4 എത്തിക്കണം, പിന്നെ ഒരു 6 എത്തിക്കണം, പിന്നെ 8 വരെ ഓടുന്നവരുണ്ടാവും. 8 കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും റിവേഴ്സ് ഇങ്ങോട്ട് 6 വരണം, വീണ്ടും 4 വരണം. അങ്ങനെ സ്ലോ ആയി സ്റ്റോപ്പ് ആവണം. ഇത് മുഴുവൻ നമുക്ക് ഇതിനകത്ത് മോഡ് സെലക്ട് ചെയ്തുകൊണ്ട് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. മൈക്രോ കൺട്രോളറിലേക്ക് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഈ ബട്ടൺ ഒന്നും സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സ്റ്റാർട്ട് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് അതുപോലെ വർക്ക് ചെയ്യും. പിന്നെ ഇതിനകത്ത് ലൗഡ് സ്പീക്കർ സിസ്റ്റം ഉണ്ട്. നിങ്ങൾക്ക് ബ്ലൂടൂത്തിലേക്ക് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പാട്ടൊക്കെ കേൾക്കണമെങ്കിൽ മൊബൈലിൽ നിന്നോ എവിടെയെങ്കിലും അങ്ങനെ കൊടുക്കാനുള്ള സൗകര്യം വരും. പിന്നെ സെക്യൂരിറ്റി പർപ്പസ് എന്ന് പറഞ്ഞാൽ മെയിൻ ഈ കാണുന്ന റെഡ് ബട്ടണാണ്. ഇത് വീഡിയോയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ വർക്ക് ചെയ്യുമ്പോൾ ഇതിനകത്തേക്കൊരു ത്രെഡ്, ഒരു നൂല് തൂങ്ങിക്കിടക്കും, ഒരു ക്ലിപ്പും. ഇത് ഒന്നുമില്ല പ്രത്യേകിച്ച്, ഇതൊരു മാഗ്നറ്റിൻ്റെ സ്വിച്ചാണിത്. ഇങ്ങോട്ട് വലിച്ചെടുത്താൽ പുറത്തേക്ക് തെറിച്ച് വരും. അപ്പോൾ ആ ത്രെഡിൻ്റെ അടുത്തുള്ള ക്ലിപ്പ് നമ്മളെ ഡ്രസ്സിൽ എവിടെയെങ്കിലും ഒന്ന് പിൻ ചെയ്ത് വെക്കുക. വല്ല കാരണവശാലും കാലൊക്കെ സ്ലിപ്പാവും, അങ്ങോട്ടും വീഴാൻ പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മളിത് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ഇത് ഇവിടുന്ന് റിമൂവ് ആകുമ്പോൾ ആ സെക്കൻഡിൽ തന്നെ സഡൻ സ്റ്റോപ്പ് ആയിരിക്കും. സ്ലോ ആവില്ല, സഡൻ സ്റ്റോപ്പ്. അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി, അപകടത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ളൊരു സെക്യൂരിറ്റി സിസ്റ്റമാണ് കൊടുക്കുന്നത്. വീഡിയോയിൽ അതിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് കാണാം, പ്ലേ ചെയ്യുന്ന സമയത്ത് കാണാം. ഞാൻ പറഞ്ഞ പോലെ ഇവിടെയാണ് ഉപഭോക്താവ് എല്ലാ കമാൻഡും കൊടുക്കുന്നത്. എന്തൊക്കെ കമാൻഡാണ് വരുന്നത്? സ്റ്റാർട്ട്, സ്റ്റോപ്പ്, സ്പീഡ്, ഇൻക്ലൈൻ. ഇൻക്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് താഴെ ഫ്രണ്ട് വശത്ത് ചെറിയൊരു മോട്ടോർ ആക്ച്വേറ്റർ കാണും. എന്ന് വെച്ചാൽ സാധാരണ സമതലം പ്ലെയിനായിട്ടാണല്ലോ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കൊരു കയറ്റത്തിൽ ഓടുന്ന രീതിയിൽ, ഒരു കുന്ന് കയറുന്ന പോലെ കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആയിട്ട് ഒന്ന് എക്സസൈസ് ചെയ്യണം തോന്നുകയാണെങ്കിൽ ഇൻക്ലൈൻ ബട്ടൺ ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ ഫ്രണ്ട് വശം പതുക്കെ പൊങ്ങി വരും. അപ്പോൾ നിങ്ങൾ കയറ്റത്തിലേക്ക് ഓടുന്ന പോലെ കുറച്ചുകൂടി ശക്തി കൂടി എടുക്കണം. അതിനാണ് ഇൻക്ലൈൻ എന്ന് പറഞ്ഞത്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാ മെഷീനിലും ഉണ്ടാവണമെന്നില്ല കേട്ടോ. ജിമ്മിലൊക്കെ ആണെങ്കിൽ മിക്കവാറും തീർച്ചയായിട്ടും കാണും. പിന്നെ പ്രോഗ്രാം ബട്ടൺ, പ്രോഗ്രാം തിരഞ്ഞെടുക്കുന്നത്. പിന്നെ എന്തൊക്കെ കാണാൻ ഡിസ്പ്ലേയിൽ? സ്പീഡ്, എത്ര കിലോമീറ്ററാണ്, എത്ര സമയം കൊണ്ട് നമ്മൾ ഓടുന്നുണ്ട്, അതിൻ്റെ സമയം കൃത്യമായിട്ട് കാണിക്കും. ഡിസ്റ്റൻസ്, എത്ര കിലോമീറ്റർ വരെ ഓടി, എത്ര കലോറീസ് ബേൺ ചെയ്തു. ഇതാണല്ലോ നമ്മളെ ഫൈനൽ എയിം എന്ന് പറയുന്നത്. ഇത്ര കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ ഫാറ്റ് എത്ര കലോറി ബേൺ ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് കാണിക്കും. പിന്നെ ഹാർട്ട് റേറ്റ്, ഹാൻഡിൽ അവിടെ 2 സൈഡിൽ ബട്ടൺ കാണാം. അവിടെ വെറുതെ ഹാൻഡിലൊന്ന് വെച്ച് കൊടുത്താൽ നിങ്ങളെ അറ്റ് പ്രസൻറ്റ് ഹാർട്ട് ബീറ്റ് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് കാണിക്കും. പൾസ്, അതിലൊക്കെ വേരിയേഷൻ വരുന്നുണ്ടെങ്കിൽ നിർത്തേണ്ട ആൾക്കാർക്കാണെങ്കിൽ നിർത്താം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ റിപ്പയറിംഗ് പഠിക്കേണ്ട എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, എന്താണ് കംപ്ലൈൻറ്റ്? ഡിസ്പ്ലേ ഓൺ ആവുന്നില്ല. ആദ്യം പവർ സപ്ലൈ നോക്കുക, പരിശോധിക്കുക. പവർ ഉണ്ടെങ്കിൽ താഴെ ലൈറ്റ് കാണും, ഡിസ്പ്ലേയിൽ ഓൺ ആവും. അഥവാ തെളിയുന്നില്ലെങ്കിൽ ഒന്നുകിൽ AC കോഡിൻ്റെ കംപ്ലൈൻ്റ് ആവാം, അല്ലെങ്കിൽ ഫ്യൂസ് പോയതാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർക്യൂട്ടിൽ പവർ സപ്ലൈയിൽ വരാം. പിന്നെ അടുത്ത ഡിസ്പ്ലേ ഓൺ ആവുന്നു പക്ഷേ മോട്ടർ ഓടുന്നില്ല. അങ്ങനെയാണെങ്കിൽ കൺട്രോൾ ബോർഡ് കമ്മ്യൂണിക്കേഷൻ അത് നോക്കുക.
ആ ഭാഗം ടെസ്റ്റ് ചെയ്യണം. ചില മോഡലിൽ കാലിബ്രേഷൻ മോഡ് ഡിസ്പ്ലേ ആണ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് കൺട്രോൾ ബോർഡ് എന്ന് പറഞ്ഞത്. ഈ കോമൺ എല്ലാ സിസ്റ്റത്തിനും ഇങ്ങനെ ഒരു ബോർഡ് തന്നെ ആയിരിക്കും. ഇതുപോലൊരു ബോർഡ് ഉണ്ട്. ഇത് അതിനകത്ത് മെയിൻ ബോർഡായിട്ട് വരുന്നുള്ളൂ. ഇതിൽ മൈക്രോ കൺട്രോളർ നിങ്ങൾ സർവീസ് ചെയ്യേണ്ട. ഇവിടെ കാണുന്ന മോസ്ഫെറ്റ് ഒരു പക്ഷേ ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാൽ പോവാം. അതല്ലെങ്കിൽ ഈ കപ്പാസിറ്റർ ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്റർ ബൾജിങ്ങോ ആവുക, അങ്ങനെ എന്തെങ്കിലും വരാം. ഇത് വേറൊരു മോഡൽ വരുന്നു. ഇവിടെ എന്തൊക്കെയാണ് കണക്ഷൻ കൊടുക്കുക, ഡിസ്പ്ലേൻ്റെ കണക്ഷൻ ഇവിടെ വരുന്നു. ഒരു ഡിസ്പ്ലേ എഴുതി കാണും. ഇവിടെ സെൻസർ വരും, സ്പീഡ് സെൻസ് ചെയ്യാൻ വേണ്ടി എത്ര കിലോമീറ്റർ ഓടുന്നുള്ള സെൻസർ വരും. പിന്നെ ഇൻക്ലൈൻ സെൻസർ ഉണ്ടെങ്കിൽ അതിൻ്റെ കണക്ഷൻ ഇവിടെ വരും. ഇത്രയൊക്കെയാണ് ബോർഡിൽ വരുന്നത്. ശരിക്കും ഇതിൻ്റെ ഹൃദയം അല്ലെങ്കിൽ ഒരു മെഷീൻ്റെ ത്രെഡ്മില്ലിൻ്റെ ഹൃദയം കൺട്രോൾ ബോർഡാണ്. ഡിസ്പ്ലേയിൽ നിന്ന് വരുന്ന എല്ലാ കമാൻഡുകളും ആദ്യം എത്തുന്നത് ഈ ബോർഡിലേക്കാണ്. പിന്നീട് ഈ ബോർഡ് മോട്ടോർ, ഇൻക്ലൈൻ മോട്ടോർ, സെൻസറുകൾ എന്നിവ നിയന്ത്രിക്കുന്നു. ഓരോ ഭാഗം വർക്ക് ചെയ്യുന്നുണ്ട്. മൈക്രോ കൺട്രോൾ ഇതാണ് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്. കൺട്രോൾ ബോർഡിൻ്റെ പ്രധാന ജോലി AC വൈദ്യുതി DC ആക്കി മാറ്റുന്നു. മോട്ടറിൻ്റെ സ്പീഡ് നിയന്ത്രിക്കുന്നു. നമ്മൾ സെലക്ട് ചെയ്ത സ്പീഡിലേക്ക് ഫ്രീക്വൻസി മാറ്റിക്കൊണ്ട് നിയന്ത്രിക്കുന്നു. സെൻസറുകളിൽ നിന്ന് വിവരങ്ങൾ സ്വീകരിക്കുന്നു. ഡിസ്പ്ലേയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. സുരക്ഷാ സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്നു. ബോർഡിൽ സാധാരണ കാണുന്ന ഭാഗങ്ങൾ ഫ്യൂസ്, ബ്രിഡ്ജ് റെക്ടിഫയർ, കപ്പാസിറ്റർ, മോസ്ഫെറ്റ് അല്ലെങ്കിൽ IGBT, ട്രാൻസ്ഫോമർ, ചില മോഡലിൽ ഉണ്ടാവും, ചിലതിൽ SMPS ആയിരിക്കും, റിലേ കാണും. പിന്നെ കമ്മ്യൂണിക്കേഷൻ കണക്ടർ. റിപ്പയറിംഗ് പഠിക്കുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ത്രെഡ്മിൽ ഓൺ ആകുന്നു പക്ഷേ ബെൽറ്റ് ഓടുന്നില്ല എന്ന പരാതിയിൽ ആദ്യം സംശയിക്കേണ്ടത് കൺട്രോൾ ബോർഡാണ്. ബോർഡ് പെർഫെക്റ്റ് ആണെങ്കിൽ, ഔട്ട്പുട്ട് വരുന്നുണ്ടെങ്കിൽ സാധാരണ കാണുന്ന ഫോൾട്ട് ഫ്യൂസ് പോവൽ, മോസ്ഫെറ്റ് ഷോർട്ട് ആവും, റിലേ കംപ്ലയിൻറ്റ് വരാം, കപ്പാസിറ്റർ ബൾജിങ് വരാം, കണക്ടർ ലൂസ് ആവാം. ലൂസ് കോണ്ടാക്റ്റ് വന്നാലും ഇങ്ങനെ കംപ്ലയിൻറ്റ് വരും. പിന്നെ ശരീരത്തിൽ തലച്ചോറ് എങ്ങനെ എല്ലാ അവയവങ്ങളെയും നിയന്ത്രിക്കുന്നു, അതുപോലെ ഒരു ത്രെഡ്മില്ലിൻ്റെ എല്ലാ പ്രധാന പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ഈ കൺട്രോൾ ബോർഡാണ്. റിപ്പയറിംഗ് പഠിക്കുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ട ഭാഗങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ് ത്രെഡ്മില്ലിൻ്റെ മോട്ടോർ എന്ന് പറഞ്ഞത്. DC മോട്ടോർ ഇങ്ങനെ വരും. അതിനകത്ത് ഒരു ചെറിയ ബെൽറ്റ് കൊടുത്തതിന് ശേഷം ഇതാണ് നമ്മൾ ഓടാൻ ഉപയോഗിക്കുന്ന ബെൽറ്റ്. ഈ ഭാഗത്ത് വരുന്ന ഫ്ലൈറ്റ് ഇതിനെ കറക്കുന്നു, മൂവ് ചെയ്യിക്കുന്നു. ഇങ്ങനെയാണ് മിക്കവാറും എല്ലാത്തിലും ഇതാക്കും. ഇവിടെ കൺട്രോൾ ബോർഡ് ഈ ഭാഗത്തായിരിക്കും. ഇത്രയും ഇതിൻ്റെ അകത്തുള്ള ഈ കവർ അഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനുള്ളൂ. ബെൽറ്റ് ഓടിക്കാനുള്ള ശക്തി നൽകുന്ന ഈ മോട്ടറാണ്. കൺട്രോൾ ബോർഡിൽ നിന്ന് ലഭിക്കുന്ന DC വോൾട്ടേജ് അനുസരിച്ച് മോട്ടറിൻ്റെ സ്പീഡ് മാറും. ലളിതമായി പറയാൻ, ഉപഭോക്താവ് സ്പീഡ് 3 km/h നിന്ന് 6 km ആക്കുമ്പോൾ കൺട്രോൾ ബോർഡ് മോട്ടറിനോട് കൂടുതൽ പവർ നൽകുന്നു. അതോടെ മോട്ടോർ വേഗത്തിൽ കറങ്ങുകയും ബെൽറ്റ് വേഗത്തിൽ ഓടുകയും ചെയ്യും. സാധാരണ ഫോൾട്ട് എന്താണ്? കാർബൺ ബ്രഷ് തേയ്മാനം. മോട്ടറിനകത്തുള്ള ബ്രഷ് തേയ്മാനം വരാം, ആർമേച്ചർ വൈൻഡിങ്ങിൽ പ്രശ്നം വരാം, ബിയറിങ്ങിൽ പ്രശ്നം വരാം. അപ്പോൾ സൗണ്ടിൽ വ്യത്യാസം വരും. ആ കണ്ടീഷനിൽ മോട്ടോർ ഓവർ ഹീറ്റിംഗ് ആയിരിക്കും. പിന്നെ ഡ്രൈവ് ബെൽറ്റ്. മോട്ടറിൻ്റെ ശക്തി ഫ്രണ്ട് റോളറിലേക്ക് എത്തിക്കുന്നത് ഡ്രൈവ് ബെൽറ്റാണ്. മോട്ടോർ നേരിട്ട് വാക്കിംഗ് ഓടിക്കുന്നില്ല. ആദ്യം ഡ്രൈവ് ബെൽറ്റ് വഴി റോളറിൻ്റെക്ക് ശക്തി എത്തിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ, ബൈക്കിലെ ചെയിൻ എങ്ങനെ എഞ്ചിൻ്റെ ശക്തി വീലിലേക്ക് എത്തിക്കുന്നു, അതുപോലെയാണ് ഡ്രൈവ് ബെൽറ്റ് മോട്ടറിൻ്റെ ശക്തി റോളറിലേക്ക് എത്തിക്കുന്നത്. വരാവുന്ന കംപ്ലയിൻറ്റ് എന്താണ്? ബെൽറ്റ് ലൂസ്, ബെൽറ്റ് പൊട്ടൽ, പുള്ളി അലൈൻമെൻറ്റ് പ്രശ്നം. അലൈൻമെൻറ്റ് പ്രശ്നം ഒരു പ്രശ്നമാണ്. ബെൽറ്റ് ഓരോ വശങ്ങളിലേക്ക് മാറിപ്പോവാം, ടൈറ്റ് വരാം, ലൂസ് വരാം. ഇനി മോട്ടർ എത്ര സ്പീഡിൽ കറങ്ങുന്നതെന്ന് കൺട്രോൾ ബോർഡിനെ അറിയിക്കുന്നത് സ്പീഡ് സെൻസറാണ്. ലളിതമായി പറഞ്ഞാൽ, ഒരു വാഹനത്തിൻ്റെ സ്പീഡോമീറ്റർ പോലെ ത്രെഡ്മില്ലിൽ സ്പീഡ് സെൻസർ മോട്ടറിൻ്റെ യഥാർത്ഥ വേഗത അളക്കുന്നു. വരാവുന്ന കംപ്ലയിൻറ്റ്, സെൻസർ ഗ്യാപ്പ് കൂടുതലാവാം, മാഗ്നറ്റ് നഷ്ടപ്പെട്ടാൽ, അതിൻ്റെ കാന്തത്തിൻ്റെ ശക്തി കുറഞ്ഞാൽ സെൻസർ വയർ കട്ടാവാം. സാധാരണ കംപ്ലയിൻറ്റ്, ത്രെഡ്മിൽ 5 അല്ലെങ്കിൽ 10 സെക്കൻഡ് കൂടി എറർ കാണിച്ച് നിൽക്കുന്നു. അതിന് ത്രെഡ്മില്ലിൻ്റെ മുൻഭാഗം ഉയരുകയും താഴുകയും ചെയ്യുന്നത് ഇൻക്ലൈൻ മോട്ടോർ അല്ലെങ്കിൽ ആക്ച്വേറ്റർ ആണ്. ഇത് മല കയറുന്നത് പോലെ അനുഭവം നൽകുന്നു. അതിനകത്തും ആക്ച്വേറ്റർ ജാമാവാം, ഗിയർ ഡാമേജ് വരാം, പൊസിഷൻ സെൻസറിൻ്റെ പ്രശ്നം വരാം. ഇത്രയാണ് ആ ഭാഗത്ത് വരാൻ പറ്റുന്ന കംപ്ലയിൻറ്റ്. ഇനി കാലിബ്രേഷൻ. അവസാനം ഇപ്പോൾ നിങ്ങൾക്ക് ത്രെഡ്മില്ലിൻ്റെ ഒരു പ്രവർത്തനം ഏതാണ്ട് മനസ്സിലായി എന്ന് തോന്നുന്നു. ഡിസ്പ്ലേയിൽ നിന്ന് ആരംഭിക്കുന്ന കമാൻഡ് കൺട്രോൾ ബോർഡിലേക്ക് പോകുന്നു. അവിടെ നിന്ന് മോട്ടോർ പ്രവർത്തിക്കുന്നു, ഡ്രൈവ് ബെൽറ്റ് ശക്തി കൊടുക്കുന്നു, റോളറിലേക്ക് എത്തിക്കുന്നു, റോളർ വാക്കിംഗ് ബെൽറ്റ് ഓടിക്കുന്നു, സ്പീഡ് സെൻസർ തിരിച്ചുള്ള വിവരം നൽകുന്നു. ഈ മുഴുവൻ സംവിധാനവും പവർ സപ്ലൈയും സേഫ്റ്റി സിസ്റ്റവും ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. നോക്കൂ, ഈ കാണുന്ന റെഡ് ബട്ടൺ, ഇതൊരു മാഗ്നറ്റിലാണ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അറ്റത്ത് കൊടുത്തിരിക്കുന്ന ആ ത്രെഡാണ് നിങ്ങൾ എപ്പോഴും ഡ്രസ്സിലേക്ക് ഒരു ക്ലിപ്പ് രൂപത്തിൽ കൊടുത്തു വെക്കുക. അപ്പം അത് പെട്ടെന്ന് നിങ്ങൾ സ്ലിപ്പാവുന്ന സമയത്ത് അപകടമൊന്നുമില്ലാതെ എസ്കേപ്പ് ആവാൻ വേണ്ടി. ഇതിൻ്റെ ഒരു പ്രത്യേകത, സാധാരണ നമ്മൾ സ്റ്റോപ്പ് ബട്ടൺ അമർത്തുന്ന സമയത്ത് വളരെ സ്ലോ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഇത് സഡൻ സ്റ്റോപ്പാണ്. ബ്രേക്ക് ഇട്ട പോലെ ഓൺ ദി സ്പോട്ട് നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് അപകടമില്ലാതെ രക്ഷപ്പെടാം. അതാണ് ഇതിൻ്റെ ആവശ്യം. ശേഷം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.